എന്തായാലും കല്യാണം കൂടാൻ വന്നതല്ലേ നിർത്തിയിട്ട് രാവിലെ തന്നെ നമ്മൾ കല്യാണത്തിന് പോയിട്ടുണ്ടായിരുന്നു. രാവിലെ 7 മണിയായപ്പോഴത്തേക്കാണ് നമ്മൾ നേരെ കല്യാണം കൂടാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നത്. അവിടെ നേരെ ചെന്നൊരു ചായയൊക്കെ പാസ്സാക്കി അവിടെ ചെന്നപ്പോഴത്തേന് എന്തൊക്കെയോ പരിപാടികൾ ചെറുക്കനെ വെച്ചിട്ട് എന്തൊക്കെയോ ചെയ്യുന്നുണ്ടായിരുന്നു. ആരതി ഒഴിയലും കാര്യങ്ങളുമായിട്ട് അങ്ങനെ കുറേ പരിപാടികൾ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പൂവിടലും പെണ്ണിനെ അവിടെ ഒന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല ആ സമയങ്ങളിൽ. അപ്പോൾ പെണ്ണിൻ്റെ എൻട്രിക്കായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു. കുറച്ച് നേരം കഴിഞ്ഞ് വന്നിട്ട് പുള്ളിക്കാരന് അവിടെ പിന്നെയും കുറച്ചുകൂടെ റിച്വൽസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇതേപോലെ കുറേ കുടങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ കണ്ടു. പിന്നെ പെണ്ണ് വന്നു. പെണ്ണും ചെറുക്കനും കൂടെ നിന്ന് ചെറിയ ചെറിയ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും പിന്നെ അതിന് ശേഷമുള്ള റിച്വൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയിൽ എന്തൊക്കെയോ പരിപാടികൾ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതിലിങ്ങനെ കെട്ടുന്നത്, അതേപോലെ തന്നെ കാല് കഴുകുന്ന ചടങ്ങ്, അങ്ങനത്തെ കുറേ നല്ല നല്ല ചടങ്ങുകൾ അവിടെ കണ്ടിട്ടുണ്ടായിരുന്നു. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ചടങ്ങൊക്കെ കാണുന്നത്. രാവിലെ ആയതുകൊണ്ട് തന്നെ വളരെ ആൾക്കാർ കുറവായിരുന്നു. 7 മണി 8 മണി ആയതുകൊണ്ട് തന്നെ ആൾക്കാർ കുറവായിരുന്നു. ചെറിയ കുറച്ച് പൂവൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ താലി കെട്ടുന്നതിന് മുമ്പ് തന്നെ ഞാൻ പൂവ് എറിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും എല്ലാവരും പൂവ് എറിഞ്ഞ് അതിനുശേഷം അത് താലിയൊക്കെ കിട്ടി. ഇവിടെ ഉള്ള പോലെ തന്നെയാണ് താലികെട്ടും കാര്യങ്ങളൊക്കെ. പിന്നെ അതിനുശേഷം രാവിലെ സദ്യയും പിന്നെ ചെറിയൊരു പാക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന ഒരു നാരങ്ങയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന്. അതിനുശേഷം അത് കഴിഞ്ഞിട്ട് പിന്നെയും ചടങ്ങ്, നമ്മൾ ഫുഡ് കഴിച്ച് വന്നതിന് ശേഷം ചടങ്ങ് തീർന്നിട്ടില്ല. ഏകദേശം 1.5-2 മണിക്കൂറോളം ഉണ്ടായിരുന്നു ചടങ്ങും കാര്യങ്ങളെല്ലാം കൂടെ ആയിട്ട്. ഇതും അവിടുത്തെ ഒരു പ്രത്യേകത ചടങ്ങാണ്. പെണ്ണിൻ്റെ കാലിങ്ങനെ പൊക്കി വെക്കുന്ന ഒരു ചടങ്ങാണ്. അപ്പോൾ ഇതും വളരെ കൗതുകരമായി ഞങ്ങളവിടെ നിന്ന് കണ്ടുകൊണ്ടിരുന്നു. അതിനുശേഷം നമ്മൾ ഇത് കഴിഞ്ഞ ഉടനെ തന്നെ നമ്മുടെ ഹോട്ടൽ റൂമിലോട്ട് തിരിച്ചു പോയി പൂച്ചയ്ക്ക് ഒരു ടാറ്റയും കൊടുത്ത് നമ്മൾ തെണ്ടാനങ്ങ് ഇറങ്ങി. രാവിലെ 10 മണിക്ക് വെക്കേറ്റ് ചെയ്തതിന് ശേഷം തന്നെ നമ്മൾ തീരുമാനിച്ചത് നേരെ ഇവിടെ നിന്ന് നേരെ പോണ്ടിച്ചേരി ഒന്ന് പോയിട്ട് കറങ്ങി വരാം എന്നൊരു തീരുമാനത്തിൽ നമ്മൾ എടുക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളായിട്ട് അടുത്ത പാർട്ടിൽ കാണാം.